കത്തോലിക്ക കോൺഗ്രസിന്റെ ജന്മവാർഷികത്തിന്റെ മംഗളങ്ങൾ, ജന്മവാർഷിക ആശംസകൾ ഏവർക്കും ഹൃദയപൂർവ്വം നേരുകയാണ്. ഈ കണ്ണൂരിന്റെ മണ്ണിൽ ഐതിഹാസികമായ ഒരു സമ്മേളന വേദി ഒരുക്കിയ തലശ്ശേരി അതിരൂപതയുടെ അഭിമന്യനായ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവിനോടും പ്രിയങ്കരനായ കബീലച്ചനർ ഇവിടുത്തെ സഭാ നേതൃത്വത്തോടും ഇവിടുത്തെ അൽമായ നേതൃത്വത്തോടുമുള്ള വലിയ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ ഗ്ലോബൽ സമിതി കത്തോലിക്ക കോൺഗ്രസിന് വേണ്ടി പ്രകാശിപ്പിക്കുക. വലിയ ഒരു കയ്യടി നമുക്ക് ഈ നേതൃത്വത്തിന് നൽകാം. അങ്ങ് ചങ്ങനാശ്ശേരിയുടെ അമ്പോരിയിൽ നിന്ന് തുടങ്ങി ലോകത്തിലെ 44 രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന പ്രതിനിധികൾ ഒന്നു ചേർന്നുകൊണ്ട് ഈ തലശ്ശേരി രൂപതയുടെ സംഘാടക മികവിനെ ഞങ്ങൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുവാൻ എനിക്ക് അഭിമാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് അണിനിരക്കാമെന്നുള്ള സന്ദേശമാണ് ഈ മഹാസമ്മേളനത്തിൽ നമ്മൾ ഉന്നയിക്കുക. 108 വർഷമാണ് കത്തോലിക്ക കോൺഗ്രസ് ജന്മം കൊണ്ടിട്ട്. ഒരു കാലത്ത് തീണ്ടലിന്റെയും തൊടിയിലിന്റെയും ഒക്കെ വലിയ ദുരന്തങ്ങൾ അനുഭവിച്ച കാലത്ത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനവിഭാഗങ്ങളെ അത് ജാതി നോക്കാതെ, മതം നോക്കാതെ, വർണ്ണം നോക്കാതെ, വർഗം നോക്കാതെ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് ഈ സമൂഹത്തിന്റെ നേതൃത്വം വഹിക്കുവാനായിട്ട് ശ്രേഷ്ഠപരമായിട്ടുള്ള പങ്കുവഹിച്ച ഒരു സമുദായവും സഭയുമാണ് ഈ സീറോ മലബാർ സഭ സമുദായം എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ, ഈ നാട്ടിലെ സാധാരണക്കാരായ ജനവിഭാഗത്തിന്റെ അത് മതം നോക്കാതെ, ഹൈന്ദവനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും മുസൽമാനാണെങ്കിലും നീതി നിഷേധിക്കപ്പെട്ടാൽ അവിടെ ഈ കത്തോലിക്ക കോൺഗ്രസ് കത്തോലിക്ക സമുദായവും ഉണ്ടെന്ന് നാളിതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ള വലിയ പോരാട്ടങ്ങൾക്ക് നമ്മൾ നേതൃത്വം വഹിച്ചിട്ടുണ്ട്. നാളുകളിൽ ആ നേതൃത്വം നമ്മൾ വഹിക്കുകയും ചെയ്യുമെന്നുള്ള വലിയ പ്രഖ്യാപനമാണ് ഈ കണ്ണൂർ സമ്മേളനം ഉന്നയിക്കുവാനായിട്ട് പോകുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, എന്തിനാ ഈ സമ്മേളനം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുക? പ്രിയപ്പെട്ട ജോസുകുട്ടി സാറിനെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ സമുദായത്തെ അവഗണിക്കുവാൻ ഇന്ന് ഒരു ശക്തിക്കും സാധിക്കില്ല. ചില അധിനിവേശങ്ങളൊക്കെ നമ്മളുടെ സമുദായത്തിന് നേരെ ഈ നാളുകളിൽ ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ, അല്ലേ? ആ കാണുന്നുണ്ട് എന്നുള്ളത് ഈ നാട്ടിലെ അധിനിവേശ ശക്തികളെ ഓർമ്മപ്പെടുത്തുവാനായിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ പങ്കെടുത്തിരിക്കുന്നു, ഒന്ന് ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധിനിവേശങ്ങൾക്കെതിരെയുള്ള അവകാശ സംരക്ഷണ പോരാട്ട വേദിയാണ് പ്രിയപ്പെട്ടവരെ ഈ കണ്ണൂർ സമ്മേളനം എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാ. ഈ നാട്ടിലെ യുവജനങ്ങൾ പലായനം ചെയ്യപ്പെട്ടു പോകുന്ന കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് പലായനം ചെയ്യപ്പെട്ടു പോകുന്നത്? ഈ നാട്ടിൽ നമ്മുടെ യുവജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഈ നാട്ടിലെ ഭരണ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം. ഇവിടെ തൊഴിലവസരങ്ങളില്ല, തൊഴിൽ സംരംഭങ്ങളില്ല. മറിച്ചുണ്ടാകുന്ന തൊഴിലവസരങ്ങളൊക്കെ ചില പിൻവാതിൽ നിയമനങ്ങളിലൂടെ തങ്ങളുടെ ഇഷ്ടക്കാരെ തിരികെ നടത്തുന്ന ചില ശ്രമങ്ങൾ നടത്തുമ്പോൾ ഈ നാട്ടിലെ യുവജനങ്ങൾ പലായനം ചെയ്യപ്പെട്ടു പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷേ കത്തോലിക്ക കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ യുവജന ശേഷിയെ ഇവിടെ പിടിച്ചു നിർത്തുവാനായിട്ടുള്ള ശ്രേഷ്ഠപരമായിട്ടുള്ള ദൗത്യം ഈ നാട്ടിലെ ഭരണാധികാരികൾ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ കത്തോലിക്ക കോൺഗ്രസ് സമരരംഗത്ത് വരും നാളുകൾ തീഷ്ണതയോടുകൂടി യുവജനങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കുമെന്ന് പ്രഖ്യാപിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഈ യുവജന പോരാട്ടമാ, ഒരു യുവജന പോരാട്ടമാ. കർഷകരെ കുടിയിറക്കുവാനായിട്ടുള്ള ബോധപൂർവമായ നിയമങ്ങളും ശ്രമങ്ങളുമൊക്കെ ഈ നാളുകൾ നമ്മൾ കണ്ടുപടുത്തു. വന്യമൃഗങ്ങളെ ആക്രമിക്കുവാനായിട്ട് വിദേശം തുറന്നിടുന്ന രാഷ്ട്രീയ നേതൃത്വം, പൊതുസമൂഹത്തിന്റെ മേൽ പല്ലിടിക്കുന്ന ഭരണാധികാരികൾ. ഞങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാ. ഈ നാട്ടിലെ കർഷകരെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ഭരണമാണ് ഇവിടെ കാഴ്ചവെക്കുവാൻ പോകുന്നത്? നിങ്ങൾ എന്ത് ഭരണമാണ് നാളുകളിൽ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ സമ്മതിക്കില്ല കേട്ടോ. ഈ കർഷകരെ ഇവിടുന്ന് അവഗണിച്ചുകൊണ്ട്, ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ ആരും ഭരണത്തിൽ കയറാമെന്ന് ആരും വ്യാമോഹിക്കണ്ട. ക്രൈസ്തവ സമുദായം കോട്ട കെട്ടിക്കൊണ്ട് അങ്ങ് അമ്പൂരി മുതൽ മലയോര മണ്ണിന്റെ കാസർഗോഡ് വരെയുള്ള ക്രൈസ്തവ സമൂഹം കോട്ട കെട്ടിക്കൊണ്ട് ഈ മലയോര ജനതയെ ഞങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്നുള്ള പ്രതിജ്ഞയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ സമ്മേളനത്തിൽ ഉന്നയിക്കുവാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കർഷക കുടിയിറക്കിനെതിരെയുള്ള വലിയ ഒരു പോരാട്ട വേദിയാ. ഈ നാട്ടിൽ മതസൗഹാർദ്ദം വിളയാടിയിരുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം. ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനുമൊക്കെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ച് ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച്
ഒരുമിച്ച് ജീവിച്ച ഒരു കാലഘട്ടമുണ്ടല്ലോ. ആ കാലഘട്ടം എന്നൊക്കെ ഇത് എവിടെ പോയി എന്നുള്ള ചോദ്യം നമ്മളുടെ ഹൃദയങ്ങളിലില്ലേ? രാഷ്ട്രീയമായ താല്പര്യങ്ങളോടുകൂടി ഈ നാട്ടിലെ ജനങ്ങളെ വർഗീയമായും ജാതീയമായും മതപരമായിട്ട് ഭിന്നിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പിണർ രാഷ്ട്രീയത്തിന്റെ ചില കളികൾ കളിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കുള്ള താക്കീതാണ് പ്രിയപ്പെട്ടവരെ ഈ കണ്ണൂർ സമ്മേളനമെന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മതസൗഹാർദ്ദത്തിന് പോരാടിയ ഒരു സമുദായമാണ്, മാനവ സാഹോദര്യത്തിന് പോരാടിയ ഒരു സമുദായമാണ് ഈ ക്രൈസ്തവ കത്തോലിക്ക സമുദായമെങ്കിൽ 108 വർഷത്തെ ചരിത്രം, ആ ചരിത്രത്തിൽ നടത്തിയ എല്ലാ പോരാട്ടങ്ങളും എല്ലാവർക്കും വേണ്ടിയാണെങ്കിൽ ആ നീതി ലഭ്യമാകുവാനായിട്ട് നാളുകളിൽ കത്തോലിക്ക കോൺഗ്രസ് എല്ലാ വിഭാഗം ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഉണ്ടായിരിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് പ്രിയപ്പെട്ടവരെ കണ്ണൂർ സമ്മേളനം നമ്മൾ മുൻപോട്ട് വെക്കുക. അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ വലിയ വികസനം ഉണ്ടാകണം, യുവജനങ്ങൾക്ക് നാട്ടിൽ ജീവിക്കാനുള്ള സംരംഭങ്ങൾ ഉണ്ടാകണം, വികസന വിരോധ നയങ്ങൾ നമ്മൾ തിരുത്തണം. ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നമ്മൾ നിൽക്കുകയാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് രാഷ്ട്രീയമുണ്ട്. നമ്മൾക്കുള്ള രാഷ്ട്രീയം അത് കക്ഷി രാഷ്ട്രീയമൊന്നുമല്ല കേട്ടോ, കക്ഷി രാഷ്ട്രീയമൊന്നുമല്ല. നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ബഹുമാനിക്കും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ആദരിക്കും. പക്ഷേ ഈ സമുദായത്തെ അവഗണിച്ചാൽ, ഈ സമുദായത്തിന്റെ ന്യായമായ പ്രശ്നങ്ങളെ പരിഗണിക്കാൻ തയ്യാറായില്ല എങ്കിൽ നിങ്ങളെ ഞങ്ങൾ അവഗണിക്കുമെന്ന് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രഖ്യാപിക്കുവാൻ കത്തോലിക്ക കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ സമുദായം ഒരുമിച്ചൊറ്റക്കെട്ടായി 50 ലക്ഷം ജനങ്ങളും അണിനിരക്കുക തന്നെ ചെയ്യും. ഈ സമുദായത്തിന്റെ അവകാശങ്ങൾ നിങ്ങൾ തന്നേ പറ്റൂ. നിങ്ങളുടെ അവകാശ പ്രകടന പത്രികകളിൽ ഈ സമുദായത്തിന്റെ അവകാശങ്ങൾ നിങ്ങൾ ചേർത്തേ പറ്റൂ. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് വർഷങ്ങളായി കാലങ്ങളായി ഒരു വിഭാഗത്തിലേക്ക് മാത്രം പോകുമ്പോൾ നമ്മൾ എത്രയോ കാലം ആവശ്യപ്പെട്ടു, ചിലപ്പോഴൊക്കെ ചില അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുപോരാ. ന്യൂനപക്ഷ മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് നിസ്തുലമായ സംഭാവന ചെയ്ത ഒരു സമുദായത്തെ അവഗണിച്ചുകൊണ്ട് ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഉൾപ്പെടെ വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ക്രൈസ്തവ സമുദായത്തിന് കൂടി അവകാശപ്പെട്ടതാണ് എന്ന് ഈ നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുവാൻ കത്തോലിക്ക കോൺഗ്രസ് ഈ അവസരത്തിൽ ആഗ്രഹിക്കുക. അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് വാങ്ങിക്കാണ്ട് ഈ സമുദായത്തിലെ അംഗങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഈ സമുദായ അംഗങ്ങൾ ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഞങ്ങളുടെ വ്യക്തിപരമായ താല്പര്യമൊന്നുമല്ല, മറിച്ച് ഈ സമുദായത്തിന്റെ കർഷകരുടെ പ്രതിസന്ധികൾ പരിഹരിക്കുവാനായിട്ട് ഞങ്ങൾ കേടപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ എവിടെയായിരുന്നു? ഈ സമുദായത്തിന് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തത്? കർഷകരെ നിങ്ങൾ എങ്ങനെ സ്നേഹിച്ചു? നിങ്ങൾ എങ്ങനെ അവഗണിച്ചു? ഞങ്ങൾ ചോദിക്കും. ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സമുദായമായി സീറോ മലബാർ സമുദായം മാറിക്കഴിഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് 44 രാജ്യങ്ങളിലെ ആളുകളോട് സമ്മേളിച്ചിരിക്കുക. ഇതൊരു ജനതയാ, ഒരു ജനതയാ നമ്മൾ. ഒരു ജനത എന്നുള്ള നിലയിൽ ഈ ജനതയുടെ അവകാശങ്ങൾക്ക് മേൽ കത്തിവെക്കുവാനായിട്ട് ഈ നാട്ടിലെ ആരെങ്കിലും തയ്യാറായാൽ ഈ ജനത ഒരുമിച്ചൊറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കും, പടവെട്ടും, പോരാടും, വിജയം ഭരിക്കുക തന്നെ ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കത്തോലിക്ക കോൺഗ്രസ് ജയിക്കട്ടെ.